Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയോ? എത്ര പോയിന്റ്സ് പറഞ്ഞിരുന്നു? 8 points പറഞ്ഞു മാം. 8 പോയിന്റ്സ്. ഓക്കെ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് പുതിയ ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. എന്തൊക്കെയാണ് കീ ജോബ് റെസ്പോൺസിബിലിറ്റി? നമ്മൾ ഒരു 8 എണ്ണം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോവാം. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞ ജോബ് റെസ്പോൺസിബിലിറ്റി? എൻഷുറിംഗ് good quality non-clinical services such as infection prevention, security, diet, etc. ഇതാണ് നോൺ ക്ലിനിക്കൽ സർവീസുകൾ അല്ലെങ്കിൽ ചികിത്സാപരമല്ലാത്ത സേവനങ്ങളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായ ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകളുടെയും നല്ല രീതിയിലുള്ള ഗുണനിലവാരം അല്ലെ അവിടെ ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഒരു ക്വാളിറ്റി മാനേജർ ആണ് ഉറപ്പുവരുത്തേണ്ടത്. രണ്ടാമതായി പറഞ്ഞത് എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. ഏതൊക്കെ ഏരിയയിലാ? OPD ഏരിയ അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ, വാർഡുകളില്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യന്റ് അമ്യൂണിറ്റീസ് എന്താ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങളില്, ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ് മുതലായ ഇടങ്ങളിലെല്ലാം ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് hospitals on quality checklist and reach at a score for the facility. എന്താ? ആനുകാലികമായിട്ട് വിലയിരുത്തലുകൾ നടത്തുക. ആ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഗുണനിലവാരം എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവരുടെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള എലമെന്റ്സ് ഉപയോഗിച്ച് അത് ചെക്ക് ചെയ്യുകയും അവർ ആ ഒരു സ്റ്റാൻഡേർഡ് സ്കോറിനനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നാലാമതായി നമ്മൾ പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നീഡ്സ് അനാലിസിസ്. അവരുടെ ആവശ്യകതകൾ എന്താണോ അത് വിലയിരുത്തി അവിടെയുള്ള നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിനെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായ ഗുണനിലവാരത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ നടത്താൻ, ഇംപ്രൂവ്മെന്റ് നടത്താനായിട്ടുള്ള എന്ത് ചെയ്യണം? ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ തയ്യാറാക്കണം. ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം? അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ ഇതുപോലെയുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുകയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ഫിഫ്ത് വൺ എന്താ പറഞ്ഞേ? ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക. ആറാമതായി പറഞ്ഞത് എന്താ? ഇപ്പൊ നമ്മുടെ BMW എന്താ? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ലൈസൻസുകൾ വേണം. ബ്ലഡ് ബാങ്കില് ബ്ലഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസുകൾ, AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് സെവൻത് വൺ നമ്മൾ പറഞ്ഞത് കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്, പ്രവർത്തനരഹിതമായ ഉപകരണങ്ങള് കൃത്യമായ AMC, എന്താണ് AMC? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ആ ഉപകരണങ്ങളെ ഉൾപ്പെടുത്തി അവിടെ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു സമയബന്ധിതമായി അത് റിപ്പയർ ചെയ്യുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുത്തുകയും അത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യണം. എയ്ത്ത് വൺ എന്താ നമ്മൾ പറഞ്ഞേ? പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് towards upliftment, preventive maintenance of equipments and vehicles and modernization of hospitals. എന്താ? അവിടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ
അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ ഉയർച്ചയ്ക്കായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പ്രതിരോധ അറ്റകുറ്റപ്പണികൾ അല്ലെ. അത് എക്യുപ്മെന്റ്സിനാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് അല്ലെങ്കിൽ വാഹനങ്ങൾക്കാവാം. ആ ഒരു വാഹനത്തിനോ അല്ലെങ്കിൽ ഉപകരണത്തിനോ കേട് വന്നതിന് ശേഷമല്ല അവിടെ റിപ്പയറിംഗ് വേണ്ടത് അല്ലെ. അതിനു മുൻപ് അത് കേടുവരാതെ മെയിൻ്റനൻസ് ചെയ്ത് സൂക്ഷിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പൊ അതിന് അങ്ങനെയുള്ള എന്താണ്, അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ, പുതിയ പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളും കൊണ്ട് കൊണ്ടുവന്ന ഹോസ്പിറ്റലിനെ നവീകരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉയർച്ച കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള കൃത്യമായ രീതികള് പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യേണ്ടതും വർക്ക്ഔട്ട് ചെയ്യേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? 8 ക്ലിയർ ആണോ? Okay. Then 9th നോക്കിയേ, to institute an effective grievance redressal system both for employees and the patients. എന്താണ് ഒരു grievance redressal system? എന്താണ് ഒരു grievance redressal system? കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ grievance redressal system? അതെ, പരാതി പരിഹാര സംവിധാനം അല്ലെ. അപ്പൊ ഇവിടെ പരാതി പരിഹാര സംവിധാനങ്ങള് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാര്, അതുപോലെ പേഷ്യൻസ് അല്ലെ, രോഗികള്, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം അല്ലെങ്കിൽ പരാതി പരിഹാര സംവിധാനം അവിടെ സ്ഥാപിക്കേണ്ടത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാ പറയുന്നത്. അവിടെ സ്ഥാപിക്കേണ്ടത് ഒരു ഫലപ്രദമായ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പരാതി പരിഹാര സംവിധാനം എംപ്ലോയീസിനും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികൾക്കും എന്ത് ചെയ്യണം? ആ ഒരു സ്ഥാപനത്തില് സ്ഥാപിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം അല്ലെങ്കിൽ പരാതി പരിഹാര സംവിധാനം വളരെ ഫലപ്രദമായിട്ട് സ്ഥാപിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 10th നോക്കിയേ, strengthen of hospital MIS, KPI and report action taken. എന്താ strengthen of hospital MIS? എന്താ നിങ്ങൾ പഠിച്ചിട്ടില്ലേ MIS? എന്താണ് MIS? എക്സ്പാൻഡഡ് ഫോം എന്താ പഠിച്ചിട്ടില്ലേ? ഒരു ചാപ്റ്ററിലും നിങ്ങൾ ഈ ഒരു വേർഡ് കാണുന്നില്ല? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ടോ? അത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. AMC എന്ന് പറയുന്ന ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് AMC. ഇനി MIS എന്ന് പറയുന്ന മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് KPI എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് KPI? KPI എന്ന് പറഞ്ഞ എന്താ? ഓർക്കുന്നില്ലേ? KPI അതിന് നമ്മളിപ്പോ പഠിച്ചില്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഉള്ളൂ. അതെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. വെരി ഗുഡ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഹോസ്പിറ്റൽ ഇതുപോലെയുള്ള എന്താ മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, അവിടെ വരുന്ന ഇൻഫർമേഷൻസിന്റെ മാനേജ്മെന്റ്, അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ ഇടങ്ങളെല്ലാം കുറച്ചും കൂടി ശക്തിപ്പെടുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ മാനേജ്മെന്റ്, അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, ശക്തിപ്പെടുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് റിപ്പോർട്ട്സ് ആക്ഷൻ ടേക്കൺ, അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. 11th വേർഡാണ് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. എന്താ? ഒരു അതോറിറ്റി അല്ലെങ്കിൽ അധികാരി അസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തൽ നടക്കുമ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ അതുമായി സഹകരിക്കുക. അപ്പൊ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് AERB ഒരു അതോറിറ്റിയാണ് അല്ലെ. അവരുടെ എന്താണ് റേഡിയേഷന് വേണ്ടിയുള്ള ലൈസൻസ് കൊടുക്കാനുള്ള ഒരു അതോറിറ്റി അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു NAV ആണെങ്കിലും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു അതോറിറ്റി
അതോറിറ്റി അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള അതോറിറ്റികൾ അല്ലെങ്കിൽ അധികാരികള് അവിടെ വന്ന് എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുമായി സഹകരിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. Then 12th നോക്കിയേ, ensure the employees education on quality standards. ഗുണനിലവാരത്തിനുള്ള മാനദണ്ഡങ്ങള് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ പാലിക്കപ്പെടണമെങ്കിൽ അത് ആരാ പാലിക്കേണ്ടത്? അത് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കേണ്ടത് ആരാണ്? അവിടുത്തെ ജീവനക്കാരാണ് അല്ലെ, അവിടുത്തെ എംപ്ലോയീസ് ആണ്. അപ്പൊ എംപ്ലോയീസിന് ഇതിൽ നല്ല വിവരം അല്ലെങ്കിൽ അറിവുണ്ടെങ്കിലല്ലേ അവർക്ക് അത് അവിടെ പാലിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു അവബോധം ആർക്കുണ്ടായിരിക്കണം? അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി അവർക്ക് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ്, ബോധവൽക്കരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതിൽ അവബോധമുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറാണ്. Then 13th നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽസ് കമ്മിറ്റി. ഇനി ഹോസ്പിറ്റലിലെ വിവിധ പ്രവർത്തനങ്ങൾ നടക്കാൻ അതിൻ്റെതായ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ കമ്മിറ്റികൾ, വിവിധ കമ്മിറ്റികൾ, ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഒരു ക്വാളിറ്റി മാനേജറിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ 9th തുടങ്ങിയാണ് ക്ലാസ്സിൽ പുതിയതായിട്ട് പറഞ്ഞത്. അപ്പൊ 9th തുടങ്ങി നോക്കി, 9th എന്താ പറയുന്നത്? അവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ പേഷ്യൻസിനും വേണ്ടി വളരെ ഫലപ്രദമായിട്ടുള്ളൊരു പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. 10th വൺ പറഞ്ഞത് എന്താ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻഫർമേഷൻസിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ മേഖലകളെല്ലാം ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാ? ഈ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഇതിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും വേണം. 11th പറയുന്നത് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അവിടെയുള്ള ഓരോ അതോറിറ്റിയും ഈ സ്ഥാപനത്തെ വിലയിരുത്തുമ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ സഹകരിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. 12th പറയുന്നത് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലുള്ള അവരുടെ എഡ്യൂക്കേഷൻ അല്ലെ, അവിടെയുള്ള എംപ്ലോയീസ് അതിൽ ബോധവാന്മാരായിരിക്കണം. അപ്പൊ അങ്ങനെ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണ്, അത് കൃത്യമായി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അതെങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഈ പറയുന്ന ഓരോ എംപ്ലോയീസും അതിൽ ബോധവാന്മാരാണോ അല്ലെങ്കിൽ അവബോധമുള്ളവരാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറാണ്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയും അതിനനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതും അത് സംഘടിപ്പിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാ പോയിന്റ്സും വായിച്ച് നമ്മൾ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്താണ് ഇന്ദു? ഏത് പോയിന്റ് പറയണെന്നാ പറയുന്നേ? 3ഉം 4ഉം. 3 എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലില്, അതായത് ഹോസ്പിറ്റലിൽ ഒരുപാട് പീരിയോഡിക്കൽ ഇവാലുവേഷൻ, ആനുകാലികമായി ഓരോ കാര്യങ്ങളും ആ ഹോസ്പിറ്റലിൽ ക്വാളിറ്റി കൃത്യമായിട്ട് അവർ ക്വാളിറ്റി പാലിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റുകൾ, അതായത് കൃത്യമായ എലമെന്റ്സ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് ഉറപ്പുവരുത്തണം വേണ്ടേ. അപ്പൊ അതിന് ആനുകാലികമായിട്ട് അവിടെ അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ആ ഹോസ്പിറ്റലിൽ നടത്തണം. അപ്പൊ അതിനു വേണ്ടി അത് നടത്തേണ്ടത് ആരാണ്? ഒരു ക്വാളിറ്റി മാനേജറാണ് അല്ലെ. അതുപോലെ റീച്ച് അറ്റ് ദ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, ആ അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങള് ഈ പറയുന്ന കൃത്യമായ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് സ്കോർ നമ്മൾ പഠിച്ചില്ലേ? സ്റ്റാൻഡേർഡ്സിന് ഇത്ര സ്കോറുകൾ വേണം, എന്നാലല്ലേ ആ ഒരു ഗുണനിലവാരത്തിലേക്ക് അവരെത്തുള്ളൂ. അപ്പൊ ആ ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് സ്കോറുകളിലേക്ക് അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങള് അവിടെ ആ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ വിലയിരുത്താനും ആനുകാലികമായി അത് വിലയിരുത്തി അത് കൃത്യമായിട്ട് അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായ രീതിയിൽ അവിടെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഫോർത്ത് വൺ എന്താ പറയുന്നത്, അവിടെ ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ്സ് അനാലിസിസ് എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ആവശ്യകതകൾ മനസ്സിലാക്കി അവരുടെ നിലവിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി അവരെങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്, ഇതെല്ലാം തമ്മിൽ കമ്പയർ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണോ അവർക്ക് ന്യൂനതകളുള്ളത് അല്ലെങ്കിൽ കുറവുകളുള്ളത് അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ, ഇത് ഗുണനിലവാരത്തിലുള്ള ന്യൂനതകളാണ് പറയുന്നത് കേട്ടോ. ഓരോ ഭാഗത്തും എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ കണ്ടെത്തിയാൽ അതിനനുസരിച്ച് അവരെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ആളുടെ നേതൃത്വത്തിലായിരിക്കണം. ഇൻചാർജ് ആയിട്ടുള്ള സ്റ്റാഫ് ആരാണോ ഉള്ളത് അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ ഇങ്ങനെയുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. അത് കൃത്യമായിട്ട് ഈ ഒരു എന്തിനു വേണ്ടി ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുന്നേ, അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻ പ്ലാനുകളാണ്. അപ്പൊ അതിനുവേണ്ടി അത് എന്താണ് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. കിട്ടിയോ? തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി മിസ് പറഞ്ഞിരുന്നോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ പുതിയ തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററും കൂടിയാണുള്ളത്, ഓവർവ്യൂ. അപ്പൊ നമ്മൾ അതിന് മുൻപ് നമ്മൾ തേർഡ് മോഡ്യൂളില് എല്ലാ ചാപ്റ്റേഴ്സും 4 ചാപ്റ്റേഴ്സ് എടുത്തിരുന്നു. ഫോർത്തില് ഇപ്പൊ എത്ര ചാപ്റ്റർ എടുത്തു? ക്വാളിറ്റി മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു മിസ്. അതുപോലെ ആദ്യം നമ്മൾ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായില്ലേ, ലോണ്ട്രി ആൻഡ് ലിനൻ, ഓർക്കുന്നുണ്ടോ? ലോണ്ട്രി ആൻഡ് ലിനനും ഇതിൽ വരുന്നതാണ് കേട്ടോ, ഫോർത്ത് പേപ്പറിൽ വരുന്നതാണ്. അപ്പൊ അത് ഇനി നമ്മൾ എന്ത് ചെയ്യില്ല, നെക്സ്റ്റ് ഇനി അത് റിപ്പീറ്റ് ചെയ്ത് എടുക്കില്ല. നമുക്കൊരു ദിവസം അതൊന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ഒരു റിവിഷൻ പോലെ നമുക്ക് വെക്കാം കേട്ടോ ഒരു ദിവസം. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ അത് ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അത് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതിനോടനുബന്ധിച്ച് നമുക്ക് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ പോലെ നടത്താം കേട്ടോ. ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്താം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ പോലെയും കൂടി അങ്ങ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വലിയ ഡിഫിക്കൽട്ട് ഉണ്ടാവില്ല. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കുറച്ചുകൂടി ഒന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടി കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒന്ന് ഒരു പകുതി അല്ലെങ്കിൽ ഒരു തീരാറാവുന്നതോടുകൂടി, ഇത് കുറച്ച് ക്ലാസ് വേണം, അത് കഴിഞ്ഞ് തീരാറാവുന്നതോടുകൂടി മിസ് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഏത് ചാപ്റ്റർ ആണോ പറയുന്നത് ആ ഒരു ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ നിങ്ങളുടെ 47 അല്ലേ നമ്പർ എന്ന് പറഞ്ഞേ? 47 ആയിരിക്കും അല്ലെ? ഇപ്പൊ ചാപ്റ്റർ 6 ഫോർത്ത് പേപ്പറിലെ ചാപ്റ്റർ 6 ആണ് കേട്ടോ. ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് വേറെ ചാപ്റ്ററുകൾ പഠിക്കുന്നില്ലേ അല്ലേ? മിസ് പഠിപ്പിച്ചില്ലേ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചോ? പഠിപ്പിച്ചു. അതുപോലെ നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഇനി 3 ചാപ്റ്റർ ആണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. മൂന്നാമത്തെ ഒരു ചാപ്റ്റർ ആണ് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു അവലോകനം അല്ലെ? ആ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനം. അത് തന്നെയാണ് നിങ്ങൾ ആ ഫസ്റ്റ് പറയുന്ന ഒരു 2 പേജിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സ്കോപ്പ്, നേച്ചർ, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ റോൾ എന്താണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റോൾ എന്താണ്, ഇനി എങ്ങനെയായുള്ളവർക്കാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ സാധിക്കുക അല്ലെ, അതിന്റെ പ്രിൻസിപ്പിൾ, ഒബ്ജക്റ്റീവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള, നമ്മൾ പഠിച്ച കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഭാഗങ്ങൾ, ഓരോ സെന്റൻസുകൾ, ചില പാരഗ്രാഫുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ ഉണ്ടാവും. അത് മിസ് പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആ മറ്റുള്ള ബാക്കിയുള്ള ഭാഗം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഭാഗത്തു നിന്നും അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കാണാറില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ്
ചെയ്യുന്നത് പോലെ എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചെറിയ ചാപ്റ്റർ ഇച്ചിരി ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് പേജ് ഒന്ന് ഇച്ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സെന്റൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. വീട്ടിലിരുന്നാൽ പോലും നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പോലും നിങ്ങൾ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും പറയാറുണ്ട്, എന്നാൽ പോലും ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് വൈസ് ഇച്ചിരി ലെങ്തി സെന്റൻസുകളാണ്. ആ ഒരു ഫസ്റ്റ് 2 പേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി എന്താണ് കുറച്ചും കൂടി നിങ്ങൾക്ക് പരിചയം തോന്നും. അപ്പൊ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുകയും വേണം, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും വേണം കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം ആദ്യം തന്നെ മിസ് ഇത് പറയാണ്, കാരണം നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല എന്നുകൊണ്ട് തന്നെയാണ് 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മനസ്സിലാവുന്ന നിങ്ങൾക്ക് വായിക്കണം, വായിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുന്നത് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അവരുടെ പ്രധാന ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഒരുപാട് ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ് അല്ലെ. അവരൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഏതാണ്? പ്രധാനമായിട്ടും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റി ഏതാണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഏതിനെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പറയാറ്? ഏതാണ്? ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണ്? വെരി ഗുഡ്, ഹോസ്പിറ്റലിൽ അല്ലെ. ഹോസ്പിറ്റലിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പറയുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ നമ്മൾ പഠിക്കുന്നതും ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? എന്താ ചെയ്തു കൊടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഒരുപാട് കാര്യങ്ങൾ അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് ഓവറോൾ ആയിട്ട് അല്ലെ, മൊത്തത്തിൽ അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓവർസീ ചെയ്യുക അല്ലെ, മേൽനോട്ടങ്ങൾ വഹിക്കുന്നതും ആരാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ അതിനുള്ളില് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ, അവിടെ കൊടുക്കുന്ന ഓരോ സർവീസുകൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നത് മുതല് അവിടെയുള്ള എല്ലാ ഡെയിലി പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, അതുപോലെ കോർഡിനേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ നമ്മൾ അത് തന്നെയാണ് നമ്മൾ ഇനി ഉള്ള ഭാഗങ്ങളിലേക്കും പറയുന്നത്. നോക്കിയപ്പോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണ് നോക്കിയേ. Health administration, healthcare administration, healthcare management or hospital management is the field that is related to leadership, management and administration of public health systems, healthcare systems, hospital and hospital networks in all the primary, secondary and tertiary sectors. എന്താണ് മനസ്സിലായോ? വല്ലതും ക്ലിയർ ആയോ? വലിയൊരു ലോങ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഒരുപാട് ഡിഫറെന്റ് പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിലോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്, ഒരേ മേഖല തന്നെയാണ്, അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ളതല്ല. ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു. ഇനി ഇത് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾ താഴെ നിന്ന് നോക്കിയേ, ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്.
ഇപ്പൊ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് പല തട്ടുകളിലായിട്ട് അല്ലെങ്കിൽ പല തലങ്ങളിലായിട്ട് നമുക്ക് പറയാം അല്ലെ. ഒരു പ്രൈമറി, എന്താ പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമിക ലെവൽ അല്ലെ. ആൻഡ് സെക്കൻഡറി എന്താ ദ്വിതീയ. ടെർഷറി എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ലേ കുഞ്ഞു ക്ലാസ്സുകളില് പ്രൈമറി സെക്കൻഡറി ടെർഷറി ലെവലുകള് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സിന്റെ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളെയും ഈ പറയുന്ന 3 ലെവലുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് പഠിക്കണം. ബേസിക് ആയിട്ട് കൊടുക്കുന്നവ, അതിനും കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നവ, കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് അല്ലെ കുറച്ചും കൂടി ബ്രോഡ് ആയിട്ട് സർവീസുകൾ കൊടുക്കുന്നവ, അങ്ങനെ 3 ലെവല് പ്രൈമറി സെക്കൻഡറി ടെർഷറി. ഈ 3 മേഖലകളിലും ഉൾപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളും ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു ഒറ്റ ഹോസ്പിറ്റൽ മാത്രമല്ല അതിനുള്ളിൽ വരുന്നത്, ഒരുപാട് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ ഈ 3 തലങ്ങളിലുമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കിയേ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രൈമറി സെക്കൻഡറി ടെർഷറി ഈ പറയുന്ന 3 മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് അല്ലെ, പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ട് ഇല്ലേ. പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റം ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുണ്ട്. ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് ആശുപത്രികളും ആശുപത്രി ശൃംഖലകളും ഉണ്ട്. ഈ പറയുന്ന എല്ലാ വിഭാഗത്തിന്റെയും ലീഡർഷിപ്പ്, നേതൃത്വം, മാനേജ്മെന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും ഇതേ സെയിം കാര്യം തന്നെ. എല്ലാം ഒന്നാണ്, ഒരേ മേഖല തന്നെയാണ്, അതിന് വ്യത്യാസം ഒന്നുമില്ല. എല്ലാം ഒന്നാണ്, അത് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം കേട്ടോ. അതെന്താണെന്ന ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ടെർഷറി ഈ 3 ലെവലുകളിലും അല്ലെങ്കിൽ ഈ 3 വിഭാഗത്തിലും ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജന ആരോഗ്യ സംവിധാനങ്ങള്, ഹെൽത്ത് കെയർ സിസ്റ്റം ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, ആശുപത്രികള്, ആശുപത്രി ശൃംഖലകള് മുതലായവ എല്ലാ വിഭാഗവും വിട്ടു അല്ലെ. ഇതില് എല്ലാ മേഖലയിലും, അതായത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും അതിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ലീഡർഷിപ്പ്, നേതൃത്വം, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മുതലായ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയോ? ഓക്കെ. ദെൻ സെക്കൻഡ് നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആ സെന്റൻസ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ആ ഒരു സെന്റൻസ്, ആ ഒരു പാരഗ്രാഫില് ആ ഒരു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, control and coordinate medical and health services for organizations and business. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നവര് എന്താണ് അവർ ചെയ്യുന്നത്? ഓർഗനൈസേഷൻസിന് വേണ്ടി, ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ എന്ത് ചെയ്യണം? ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുകയും അത് നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അവരൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ അല്ലെ, അവിടെ നമ്മൾ സർവീസുകളാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ അത് സർവീസുകൾ കൊടുക്കുമ്പോൾ അതൊരു ബിസിനസ് ലെവലും അല്ലെ അല്ലെ, ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു കാര്യം കൂടിയല്ലേ അത്. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവിടെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം അല്ലെ. അതിനു വേണ്ടി ഇങ്ങനെയുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? Okay. Then third one, okay. As a health care administrator, it manages the benefits of employees as well as create a connection between
ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻസ്. എന്താണ് അവിടെ ബെനിഫിറ്റ്സ് അല്ല, സ്റ്റാഫ് എന്നാക്കാം കേട്ടോ. നോക്കി, ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരെന്താ ചെയ്യേണ്ടത്? ഇറ്റ് മാനേജസ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. അവിടെ വരുന്ന ഓരോ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങള് മാനേജ് ചെയ്യണം. ആൻഡ് ആസ് വെൽ ആസ് ക്രിയേറ്റീവ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റാഫ്സ് ആൻഡ് ഫിസിഷ്യൻസ്. അവിടെയുള്ള ജീവനക്കാരും ഫിസിഷ്യൻസുമായിട്ട് നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം ക്രിയേറ്റ് ചെയ്യുകയും സൃഷ്ടിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതായിട്ട് കാര്യമാണ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മാനേജസ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ അല്ലെ, ആനുകൂല്യങ്ങൾ, എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെ, ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അത് കൂടാതെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലുള്ള ജീവനക്കാരുടെയും ഫിസിഷ്യൻസ് തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സൃഷ്ടിക്കേണ്ടതും ആരാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ദീസ് റിക്വയർമെന്റ്സ് നീഡ് എ broad background in business skills and specialized knowledge of the health care field. ഇനി ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയി പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് കൃത്യമായ ബിസിനസ് സ്കില്ലുകള്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബിസിനസ് സ്കില്ല് അവർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഫീൽഡില് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഒരു പ്രത്യേക അറിവും ഈ പറയുന്ന ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം. അപ്പൊ മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞത് നമ്മൾ കുറെ പേരുകൾ പറഞ്ഞു അല്ലെ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇവയെല്ലാം ഒരു മേഖലയാണ്, ഇവയെല്ലാം ഒന്നാണ്. അപ്പൊ ഇവ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഈ മൂന്ന് ലെവൽസ് അല്ലെങ്കിൽ ഈ മൂന്ന് മേഖലയിലുമുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജനാരോഗ്യ സംവിധാനങ്ങള്, ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, ആശുപത്രികൾ, ആശുപത്രി ശൃംഖലകൾ മുതലായവയുടെ ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നവര് എന്താണ് അവർ ചെയ്യേണ്ടത്? ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി, ആ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസിന് വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ അവിടെ കൊണ്ടുവരാനായിട്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക, രൂപീകരിക്കുക, അത് നിയന്ത്രിക്കുക, കോർഡിനേഷൻ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ എന്ത് ചെയ്യണം? അവിടെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുക, അതുപോലെ അവിടെയുള്ള ഫിസിഷ്യൻസും സ്റ്റാഫുകളും തമ്മിൽ നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് സൃഷ്ടിക്കാനായിട്ട് അവര് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായ ബിസിനസ് പരമായ ശരിയായ രീതിയിലുള്ള ഒരു ബിസിനസ് സ്കിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ ഫീൽഡില് ഒരു പ്രത്യേക അറിവും അവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ, then next നോക്കിയേ, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ സ്വഭാവം, നേച്ചർ എങ്ങനെയാണ്, സ്കോപ്പ് അവിടുത്തെ വ്യാപ്തി അല്ലെ, അതുപോലെ സിഗ്നിഫിക്കൻസ്, ദെൻ അവിടുത്തെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതങ്ങനെ പ്രത്യേകം എടുത്ത് രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ വിളിക്കാവുന്ന മറ്റ് പേരുകളാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും കൂടി നമുക്ക് മറ്റു പേരുകളിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ അത് രണ്ടും ചിലപ്പോൾ ചോദിക്കാം. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് ഈ രണ്ട് പേരും തന്നെ എന്ത് ചെയ്യാം?
സി ഓപ്ഷൻ എന്ത് തരാം? ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് നോക്കി. ഇൻക്ലൂഡ്സ് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ബിസിനസ് സ്ട്രാറ്റജീസ്. എന്താ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ, ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ട്രാറ്റജികള്, ബിസിനസ് തന്ത്രങ്ങള് ആസൂത്രണം ചെയ്യാനും അത് ദിവസേന അല്ലെങ്കിൽ ഡെയിലി ആണ് പറയുന്നത്. മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം, ദിവസേന ആസൂത്രണം ചെയ്യുക. അല്ലെങ്കിൽ ദിവസേന ആയിക്കോട്ടെ, ഇനി ലോങ് ടേം ആയിട്ട് ദീർഘകാലത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഉൾപ്പെടുന്നത് പറയുന്നത്? മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ്, തീരുമാനങ്ങളാണ്. അത് ദിവസേനയുള്ളതാവാം അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്? ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ബിസിനസ് സ്ട്രാറ്റജീസ്. ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ ബിസിനസ് പരമായ തന്ത്രങ്ങളെ കുറിച്ചുള്ള അല്ലെ, ബിസിനസ് പരമായിട്ടുള്ള തന്ത്രങ്ങൾ. നമ്മുടെ ഏതൊരു സർവീസ് അവർ തരുന്നുണ്ടെങ്കിലും അത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമല്ലേ അല്ലെ. അവർ കൊടുക്കുന്ന സർവീസ് നമ്മൾ പഠിച്ചതാണ്, മാർക്കറ്റിംഗ് ഒക്കെ അല്ലെ, അവിടെ ബിസിനസ് തന്ത്രമാണ് അല്ലെ. ഒരുപാട് നല്ല രീതിയിൽ അവർ തരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളെ അവിടേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു തന്ത്രമാണ് അല്ലെ. അതിനനുസരിച്ച് അങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജീസ്, ആ ഒരു ബിസിനസ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡെയിലി, ദിവസേന അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ ദ ഫസ്റ്റ് സെന്റൻസ്? Okay. Then second, okay, health administration is the practice which manages, leads, oversees, administers the operation of dynamic, complex healthcare entities, including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies and health insurance providers. എന്താണ് പറയുന്നത് നോക്കി അവിടെ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് is the practice, ഇതൊരു രീതിയാണ്. എന്ത് പ്രാക്ടീസ് ആണ് അല്ലെങ്കിൽ എന്ത് രീതിയാണ്? which manages, leads, oversees, administer the operation of dynamic complex healthcare entities. Entities എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ അല്ലെ. അത് വളരെ ഡൈനാമിക് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ശക്തമായതും അതുപോലെ സങ്കീർണവുമായിട്ടുള്ള ഈ പറയുന്ന ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ. അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് നോക്കി? ഇൻക്ലൂഡിങ് ഹോസ്പിറ്റലുകൾ അല്ലെ, അതുപോലെ ലോങ് ടൈം കെയർ ഫെസിലിറ്റികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസികള്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായിട്ടുള്ള ഈ പറയുന്ന എല്ലാ ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ എങ്ങനെയുള്ളതാണ്? വളരെ ഡൈനാമിക്സ് ആൻഡ് കോംപ്ലക്സ്, വളരെ ശക്തമായതും അതുപോലെ സങ്കീർണമായതുമായിട്ടുള്ള ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങള് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാം. ഹോസ്പിറ്റൽ ആയാലും ലോങ് ടൈം കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന നഴ്സിംഗ് ഹോമുകള് അല്ലെ, അതുപോലെ ഫാർമസി മുതലായ എല്ലാം വളരെ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ്, വളരെ ശക്തമായിട്ടുള്ളതും സങ്കീർണവുമായിട്ടുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളാണ്. ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും എന്താ? മാനേജ്മെന്റ് അല്ലെ, അവരുടെ മാനേജ്മെന്റ്, അതുപോലെ ലീഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തെ നയിക്കുക, അതുപോലെ ഓവർസീ ചെയ്യുക എന്ന് പറയുന്ന മേൽനോട്ടം വഹിക്കുക, ആൻഡ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ രീതിയാണ് ഇതെന്ന് പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു രീതി അല്ലെങ്കിൽ പ്രാക്ടീസ് ആണ്. ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും അല്ലെ, ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു എല്ലാ സ്ഥാപനങ്ങളും, ഹോസ്പിറ്റൽ ആയാലും ഒരു നഴ്സിംഗ് ഹോം ആയാലും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ആയാലും ലോങ് ടേം കെയർ ഫെസിലിറ്റി മുതലായ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റ് ലീഡ് ചെയ്യുക, അവരെ നയിക്കുക, അതുപോലെ അവരെ എല്ലാ രീതിയിലും അവരെ മേൽനോട്ടം വഹിക്കുക, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക അല്ലെ, ഭരണം നടത്തുക എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അത് സെക്കൻഡ് സെന്റൻസ് ക്ലിയർ ആയോ?
Okay. Then next point നോക്കി the importance of അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നിങ്ങള് the importance of healthcare administration involves helping a facility, operate daily, preparing programs for the public, training new employees and assisting every patient. ഇനി എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എന്തൊക്കെയാണ് ഇൻവോൾവ്? ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി അല്ലെ, സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ പുതിയ പുതിയ സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അല്ലെ. അവർ അതിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ. അതുപോലെ തന്നെ ഓപ്പറേറ്റ് ഡെയിലി, ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ പ്രിപ്പയറിംഗ് പ്രോഗ്രാം ഫോർ ദ പബ്ലിക്, പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുന്നതിൽ തയ്യാറാക്കുന്നുണ്ട്. ആൻഡ് ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയതായി വന്നിരിക്കുന്ന എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനെയും ആവശ്യമനുസരിച്ച് അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് അസിസ്റ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തിൽ വരുന്നവയാണ്. അപ്പൊ ചോദിക്കാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രാധാന്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അപ്പൊ ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി, ആ ഒരു സ്ഥാപനത്തിലെ ഫെസിലിറ്റി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഓപ്പറേറ്റ് ഡെയിലി, ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു. ആൻഡ് പുതിയ വരുന്ന എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകാൻ സഹായിക്കുന്നു. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസിൽ ഉൾപ്പെടുന്നവയാണ്. ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി നോക്കി. നമ്മുടെ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ വിളിക്കാവുന്ന മറ്റു പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലെ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഡൈനാമിക്സ് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ്, എന്താ വളരെ ശക്തമായതും സങ്കീർണവുമായിട്ടുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോം, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ എല്ലാ സ്ഥാപനങ്ങളുടെയും മാനേജ് ചെയ്യുക, ലീഡ് ചെയ്യുക, ഓവർസീ, മേൽനോട്ടം വഹിക്കുക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് തന്ത്രങ്ങളെ കുറിച്ച് കൃത്യമായി ഡെയിലി, ദിവസേന അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ദീർഘകാല തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തിൽ വരുന്നവ ഏതൊക്കെയാണ്? അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികൾ അല്ലെ, സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നു. ദിവസേനയുള്ള പ്രവർത്തനങ്ങളെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പബ്ലിക്കിന് വേണ്ടിയുള്ള പുതിയ പുതിയ പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു. അതുപോലെ വരുന്ന പുതിയ എംപ്ലോയീസിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. ആൻഡ് എവരി പേഷ്യൻസിനും അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ, ആവശ്യമായി വരുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ക്ലിയർ ആണോ? അത് സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ. Then third one നോക്കിയേ, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന റോള് എന്താണ്? The hospital administrators are accountable for organizing and supervising the health services and everyday activities of a hospital or health care facility. എന്താണ് പറയുന്നത്? അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടബിൾ, അവർ എന്തിന് ഉത്തരവാദിത്തമുള്ളവരാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഫോർ ഓർഗനൈസിംഗ് ആൻഡ് supervising the health services and everyday activities of the hospital or health care facility. ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദിവസേന
ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ അവർ കൊടുക്കുന്ന ഹെൽത്ത് സർവീസുകൾ മുതലായ കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുകയും സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണുള്ളത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റി. എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഉള്ളിൽ വരുന്ന അവർക്ക് ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങള് മുതലായ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുക അല്ലെ, സംഘടിപ്പിക്കുകയും അത് കൃത്യമായി അത് സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് all the non-clinical functions included in operating a health care facility, from daily operations to staffing to budgeting and finance to long-term strategic planning to make sure the success of the health care provider or system. എന്താണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിൽ നടക്കുന്ന നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ചികിത്സാപരമല്ലാത്ത പ്രവർത്തനങ്ങളുടെയും മാനേജ്മെന്റ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അതിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ്? ഇൻക്ലൂഡിംഗ് ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. എങ്ങനത്തെ പ്രവർത്തനങ്ങളാ? ഡെയിലി ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതൽ ഓപ്പറേഷൻ ടു സ്റ്റാഫിംഗ്, അവിടെ ജീവനക്കാരെ നിയമിക്കുക അല്ലെ, ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ആൻഡ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ദീർഘകാല ആസൂത്രണം അല്ലെ, തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ടു മേക്ക് ഷുവർ ദാറ്റ് സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം, ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ വിജയം അല്ലെ, സക്സസ് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ. ഇതിൽ ഇതൊക്കെ വരാം. ആ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതൽ അവിടെയുള്ള ജീവനക്കാരെ നിയമിക്കുക, ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, അതുപോലെ ഫിനാൻസുകൾ കൈകാര്യം ചെയ്യുക, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളും ആരാണ് മാനേജ് ചെയ്യേണ്ടത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് മാനേജ് ചെയ്യുന്നത്. അതുവഴി ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിൽ ആ ഒരു സ്ഥാപനത്തിന്റെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നത് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് പോവാൻ അടുത്ത ഭാഗത്തേക്ക്. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ് ആദ്യം പറയുന്നത് അല്ലെ. അവിടുത്തെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങള് മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കേണ്ടതും അത് കൃത്യമായി മേൽനോട്ടം വഹിക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി പറയുന്നത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ദിവസേനയുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലുള്ള ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതൽ ജീവനക്കാരെ നിയമിക്കുക, ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻസ് കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സ്റ്റാൻഡേർഡ് സിസ്റ്റം അല്ലെ. ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തില് അതിന്റെ സക്സസ് അല്ലെങ്കിൽ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അത് മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന ആരോഗ്യ പരിചരണ സംവിധാനത്തെ എന്ത് ചെയ്യാൻ, വിജയത്തിലേക്ക് എത്തിക്കാൻ, അതായത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സക്സസ് ആണെന്ന് ഉറപ്പുവരുത്താനാണ് ഈ പറയുന്ന മാനേജ്മെന്റുകൾ ചെയ്യുന്നത്.
Clear alle? The second point, third point, role of hospital administration. Okay. നമുക്ക് ഫോർത്ത് പോയിന്റിലേക്കും കൂടി ഒന്ന് പോവാം. വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ? ഇനി എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻസ് ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ നമുക്കറിയാം, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലായിരുന്നു അവിടെ ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെങ്ങനെയാണ്? നമ്മളൊരു ഡോക്ടറോടോ അല്ലെങ്കിൽ ഒരു നഴ്സിനോടോ പോലുള്ള റിലേഷൻഷിപ്പ് ആണോ അവരുമായിട്ടുള്ളത്? ആണോ? അല്ല അല്ലെ. അവര് നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, അത് ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെ, ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻസീവ് ഡിസിഷൻ, എന്താ വിപുലമായ തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. ആ വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി എന്താ ബിഹൈൻഡ് ദ കർട്ടൻ ആണ് അവരെന്താ ചെയ്യുന്നത്? വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് തിരശീല അല്ലെ, തിരശീലയുടെ പിന്നിൽ കർട്ടന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയണേ? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അവരെ നമ്മൾ നേരിട്ട് അധികം കാണാറില്ല അല്ലെ. അവരെന്നാലോ അവർക്ക് നല്ല ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഡയറക്ട്ലി ഹാൻഡിൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. എന്താ? ദേ ഡയറക്ട്ലി ഹാൻഡിൽ പോളിസി ആൻഡ് ബഡ്ജറ്റ്സ് ഓഫ് ദ ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്. നല്ല മികച്ച രോഗി അനുഭവം അല്ലെ, അവരുടെ ആ ഒരു പേഷ്യൻസിന് വരുന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങള് മെച്ചപ്പെടുത്താനായിട്ട് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്, അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരുടെയും അതുപോലെ വരുന്ന ഗസ്റ്റുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പോളിസികള്, ബഡ്ജറ്റുകൾ മുതലായ കാര്യങ്ങള് ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്നു. നേരിട്ട് അവർ ഇങ്ങനെയുള്ള പോളിസികളും ബഡ്ജറ്റുകളും അവർ ചെയ്യുന്നത് നേരിട്ടത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി അവർ പോളിസിയും ബഡ്ജറ്റും ഒക്കെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും എക്സ്പീരിയൻസ്, അനുഭവം വളരെ മികച്ചതാക്കാനും വരുന്ന ഗസ്റ്റുകള് അല്ലെ, അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാര്, സ്റ്റാഫുകള്, ഇവർക്കെല്ലാം സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പോളിസികളും ബഡ്ജറ്റുകളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. Then health care administrators have thorough knowledge of the regulatory framework in patient care. രോഗി പരിചരണത്തെ കുറിച്ചുള്ള നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ച് പേഷ്യൻസിന് എങ്ങനെയാണ് പരിചരണം കൊടുക്കേണ്ടത്, അതിന് കുറെ റെസ്ട്രിക്ഷൻസും നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ എന്താണ് നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ച് ഒരു വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സമഗ്രമായ ഒരു അറിവ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. ആൻഡ് their responsibilities are completely different from the responsibility of a doctor or physician. അല്ലെ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വൈൽ ഫിസിഷ്യൻസ് ഹാൻഡിൽ പേഷ്യന്റ് ഡയറക്ട്ലി അല്ലെ, ഫിസിഷ്യൻസ് അവരുടെ പേഷ്യൻസിനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? നേരിട്ട് അവരോട് കൈകാര്യം ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് usually have a bachelor's degree or master's degree in healthcare
അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ അവർക്ക് യൂഷ്വലി അവർക്ക് സാധാരണയായി ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും ആവശ്യമായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ പറയുന്നത്? നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള വിപുലമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസ് പറയുന്നത് ഡയറക്ട്ലി ഹാൻഡിൽ, അവർ നേരിട്ട് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളും ബഡ്ജറ്റുകളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. എന്തിനു വേണ്ടി അവർ നേരിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം വളരെ മികച്ചതാക്കാനും അതുപോലെ തന്നെ അവിടെ വരുന്ന ഗസ്റ്റുകളുടെയും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടി ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പോളിസികളിലും അതുപോലെ ബഡ്ജറ്റുകളിലുമെല്ലാം ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം അവർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം, പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ച് കൃത്യമായൊരു സമഗ്രമായ അറിവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് their responsibility are completely different from the responsibility of a doctor or physician. ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ രോഗിയെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പൊ എന്താ ചെയ്യുന്നത്? അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളെ മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത്. ആ യൂഷ്വലി സാധാരണയായി അവർക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ആവശ്യമായി വരുന്നുണ്ട്. ക്ലിയർ ആണോ? വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ഓക്കെ ആണോ? ഓക്കെ, ഈ ഒരു പേജിലേക്ക് വന്നപ്പോ കുറച്ചൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ പഠിച്ച നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ച കുറച്ച് പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഇനി വരുന്നതും ഇതുപോലെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മിസ് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിൽ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് they directly handle policy and budgets എന്ന് പറഞ്ഞിട്ടില്ലേ? അത് കഴിഞ്ഞ് പറയുന്നില്ല ടു ജനറേറ്റ് ബെറ്റർ. എന്തിനു വേണ്ടിയാണ് അവര് പോളിസിയും ബഡ്ജറ്റുകളും നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻഷുവർ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് പ്രധാനമായിട്ടും അവര് ഉറപ്പുവരുത്തുന്ന കാര്യം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് തറോ നോളജ് ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ. അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. വായിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. സെന്റൻസുകൾ നിങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ഒരുപാട് ലോങ് സെന്റൻസ് ആണ്. ഇത് എന്ത് ചെയ്യണം? എന്താണ് ചോദിച്ചേ? ഏതാണ് വായിക്കേണ്ടതെന്നാണോ? ലാസ്റ്റ് പറഞ്ഞ ഏതാണ്? മാർക്ക് ചെയ്യാൻ പറഞ്ഞതാണോ? മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ആ സെക്കൻഡ് സെന്റൻസ്, ഡയറക്ട്ലി ഹാൻഡിൽ മുതല് പോളിസി ആൻഡ് ബഡ്ജറ്റ് ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് എൻഷുവർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. അതുപോലെ തന്നെ അതിന് കഴിഞ്ഞുള്ള സെന്റൻസും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് തറോ നോളജ് ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ. ആ രണ്ട് സെന്റൻസ് കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു. ഇന്ന് തന്നെ ഇതിരുന്ന് വായിക്കാം. വായിച്ച് മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം കേട്ടോ. കേട്ടോ, വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഒരു ഫസ്റ്റ് ഭാഗം എന്നൊക്കെ പറയുന്ന കുറച്ച് ഒരു സെന്റൻസ് നിങ്ങൾക്ക് വായിച്ച് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.